ഉച്ചാരണത്തിലും സ്പെല്ലിങ്ങിലും സാമ്യമുള്ള രണ്ട് വാക്കുകളും അവയുടെ അർത്ഥവ്യത്യാസവും പഠിക്കാം. ആദ്യത്തെ വാക്ക് KIL. ഇതൊരു വേർബാണ്, ക്രിയയാണ്. അതിൻ്റെ അർത്ഥം ട്രബിൾ, അഫ്ലിക്റ്റ്, ബി ഇൽ. അതായത് ട്രബിൾ അല്ലെങ്കിൽ അഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ വിഷമിപ്പിക്കുക, പിന്നെ ബി ഇൽ എന്ന് പറഞ്ഞാൽ അസുഖം ബാധിക്കുക. എക്സാമ്പിൾസ് പറഞ്ഞാൽ വാട്ട് എൽസ് യു, നിന്നെ എന്താണ് വിഷമിപ്പിക്കുന്നത്? മൈ മദർ ഈസ് എയിലിംഗ്, എൻ്റെ അമ്മയ്ക്ക് നല്ല സുഖമില്ല എന്നും അർത്ഥമുണ്ട്. അമ്മ ആകെ വിഷമിച്ചിരിക്കുന്നു എന്ന് പറയാനും ഇത് ഉപയോഗിക്കാം. ഹി ഹാസ് ബീൻ എയിലിംഗ് ഫോർ സം ടൈം, കുറെ കാലമായി അല്ലെങ്കിൽ കുറച്ചു നേരമായി അവൻ വളരെയധികം വിഷമത്തിലാണ് എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. ഇനി അവൻ അസുഖമാണെന്ന് പറയാനും ഈ വാക്യം അർത്ഥം ശരിയാകും. ഹി ഹാസ് ബീൻ എയിലിംഗ് ഫോർ സം ടൈം. ഇനി രണ്ടാമത്തെ വാക്ക് ALE, എയിൽ. ഇതൊരു നൗണാണ്, നാമമാണ്, ഒരു മദ്യത്തിന്റെ പേരാണ് എയിൽ. എക്സാമ്പിൾ പറഞ്ഞാൽ ദി യൂറോപ്യൻസ് ആർ ഫോണ്ട് ഓഫ് എയിൽ. യൂറോപ്യൻസിന് എയിൽ വളരെയധികം ഇഷ്ടമാണ്, ഫോണ്ട് ഓഫ് ഇഷ്ടമാണ്. ഇനി രണ്ടാമത്തെ വാക്യം ഇതൊരു പഴഞ്ചൊല്ല് പോലെയാണ്. എയിൽ വിൽ മേക്ക് എ കാറ്റ് സ്പീക്ക്, മദ്യം ഒരു പൂച്ചയെ പോലും സംസാരിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം മദ്യപിക്കുന്ന ആള് അയാളുടെ മനസ്സിലുള്ളതെല്ലാം തുറന്ന് പറയും, പരസ്യമായി പറയും എന്നാണ് ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം. എയിൽ വിൽ മേക്ക് എ കാറ്റ് സ്പീക്ക്. ഇവിടെ എയിലിന്റെ അർത്ഥം മദ്യം.